السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لله ملك السماوات والأرض يخلق ما يشاء ويهب لمن يشاء إناثا ويهب لمن يشاء إناثا ويهب لمن يشاء الذكور. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇസ്ലാം എന്ന നിഅമത്ത് നമുക്ക് നൽകിയതിൻ്റെ പേരിൽ നമുക്ക് മനുഷ്യരോടുള്ള സൃഷ്ടികളുള്ള കടമകൾ എന്തെല്ലാമാണെന്ന് മനസ്സിലായി. പരിശുദ്ധമായ ഇസ്ലാം ഏറ്റവും കൂടുതൽ അത് നമ്മളെ പഠിപ്പിക്കുന്നത് കടമകളാണ്, ഹുക്കൂക്കുകളാണ്. ഓരോരുത്തരുടെയും മഹത്വം, അവരുടെ സ്ഥാനം, അവർക്ക് നൽകേണ്ട കടമകൾ, അവരോടുള്ള ബാധ്യതകൾ, ഇത് വളരെ കൃത്യമായി പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പിതാവിനെ പഠിപ്പിക്കുന്ന ഒരു പിതാവിനുള്ള കടമകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ, ഒരു പിതാവിന് മക്കളുള്ള കടമകളെ പറ്റി പറഞ്ഞപ്പോൾ ഇസ്ലാം വളരെ പ്രാധാന്യത്തോട് പറഞ്ഞ കടമയാണ് പിതാവിന് തൻ്റെ പെൺമക്കളുള്ള കടമകളെ സംബന്ധിച്ച്. ഒരു വാപ്പ എന്ന നിലയിൽ ആ വാപ്പക്ക് തൻ്റെ പെൺമക്കളുള്ള കടമകൾ ഇത് ഇസ്ലാം വളരെ വലുതായി അറിയിക്കുന്നുണ്ട്. കാരണം പെൺമക്കൾ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ദുന്യാവിൽ അള്ളാഹു ഒരു പിതാവിന് നൽകുന്ന സ്വർഗീയ പുഷ്പങ്ങളാണ്. അൽ ബനാതു അൻവാറുൽ ബുയൂത്ത്, അൽ ബനാതു സക്കീനത്തുൽ ബുയൂത്ത്, അൽ ബനാതു ഇസ്സത്തുൻ വ ഉൻസുൻ വ സആദ. ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ പ്രകാശമാണ്, വീട്ടിലെ സമാധാനമാണ്, ഒരു ഭവനത്തിലെ ഇസ്സത്തും സന്തോഷവുമാണ്. ഒന്നിലധികം പെൺമക്കൾ ലഭിച്ച പിതാക്കന്മാർ ഭാഗ്യവാന്മാരാണ്. കാരണം അവർക്കതിലൂടെ തൻ്റെ പെൺമക്കളെ ശരിയായി വളർത്തി പരിപാലിച്ച് അവരുടെ കടമകൾ പൂർത്തീകരിച്ചാൽ അതവരുടെ സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരും. പരിശുദ്ധമായ ഇസ്ലാം പെൺമക്കൾക്ക് വളരെ വലിയ മഹത്വവും സ്ഥാനവും നൽകിയിട്ടുണ്ട്. അല്ലാഹു മക്കളെ അനുഗ്രഹമാണെന്ന് അറിയിച്ച് പറഞ്ഞ കൂട്ടത്തിൽ
അള്ളാഹു ആദ്യമേ മുൻഗണന കൊടുത്തത് പെൺമക്കളെ സംബന്ധിച്ചാണ്. അള്ളാഹു തആല യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ സുകൂർ. നാം സമ്മാനമായി മനുഷ്യർക്ക് പെൺമക്കളെയും ആൺമക്കളെയും നാം നൽകുന്നു. ഇവിടെ അള്ളാഹു തആല ആദ്യം പറഞ്ഞത് പെൺമക്കളെ സംബന്ധിച്ചാണ്. വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ തങ്ങൾ ധാരാളമായി ഒരാൾ തൻ്റെ പെൺമക്കളുടെ കടമകൾ പൂർത്തീകരിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം അറിയിക്കുന്നുണ്ട്. മൻ ആല ജാരിയതൈനി, ആര് 2 പെൺമക്കളെ നല്ല നില വളർത്തി പരിപാലിച്ചു അവരുടെ കടമകളെ പൂർത്തീകരിച്ചാൽ നാളെ സ്വർഗത്തിൽ ആ പിതാവും ഞാനും ഈ 2 വിരലുകൾ പോലെ വളരെ അടുത്തായിരിക്കും. കുന്ന ലഹു സിത്റം മിനന്നാർ, തൻ്റെ പെൺമക്കളുടെ കടമകളെ ശരിയായി പൂർത്തീകരിച്ചാൽ ആ പെൺമക്കൾ അവന് നരകത്തിൻ്റെ മോചനത്തിന് കാരണമാകും. 2 പെൺമക്കളുണ്ടാവുകയും അവരോട് നല്ല നിൽ പെരുമാറുകയും അവരെ കടമകൾ പൂർത്തീകരിക്കുകയും ചെയ്താൽ ആ 2 പെൺമക്കൾ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുകയില്ല, തീർച്ചയായും അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതാണ്. അവിടെ വലിയ ഭാഗ്യവാന്മാർക്കാണ് അല്ലാഹു തആല ഒന്നിൽ കൂടുതൽ പെൺമക്കളെ നൽകുന്നത്. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ എപ്പോഴും വരുമായിരുന്നു. ആ സ്നേഹിതന് 7 പെൺമക്കളുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ഓരോ പ്രാവശ്യം എനിക്കൊരു പെൺകുട്ടി ജനിച്ച് ആ വാർത്ത പറയാൻ വേണ്ടി ഇമാമിൻ്റെ അടുക്കൽ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അടുക്കൽ ചെല്ലുമ്പോൾ ആ വാർത്ത പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, നീ ഭാഗ്യവാനാണ്. അൽ-അംബിയാഉ ആബാഉൽ ബനാത്, അമ്പിയാക്കൾ പെൺമക്കളുടെ വാപ്പമാരാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിന് സന്തോഷം ലഭിക്കുമായിരുന്നു. അധിക നബിമാരുടെയും ചരിത്രം നോക്കിയാൽ കാണാം, അവർക്ക് അള്ളാഹു നൽകിയത് പെൺമക്കളെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ തൻ്റെ പെൺമക്കളോട് കാണിച്ച സ്നേഹവും തങ്ങൾക്കുണ്ടായിരുന്ന താല്പര്യം നോക്കിയാൽ പഠിച്ചാൽ മനസ്സിലാകും, ഒരു പിതാവിന് ഒരു പെണ്ണ് കിട്ടുക എന്ന എത്ര വലിയ സൗഭാഗ്യമാണ് എന്ന്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് കാണിച്ച സ്നേഹം. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ തങ്ങളുടെ വീട്ടിൽ വന്നാൽ തങ്ങൾ എണീറ്റ് നിൽക്കുമായിരുന്നു. എന്നിട്ട് ഫാത്തിമയെ അങ്ങോട്ട് പോയി സ്വീകരിക്കുമായിരുന്നു. മർഹബം ബി ഇബ്നതി, മോളെ സ്വാഗതം പറഞ്ഞ് മർഹബ പറഞ്ഞ മകളെ സ്വീകരിക്കുമായിരുന്നു. ഇനി വാപ്പയാണ് മകളടുക്കൽ ചെല്ലുന്നതെങ്കിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എണീറ്റ് അങ്ങോട്ട് പോയി വാപ്പയെ സ്വീകരിക്കുമായിരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോവുകയാണ് എങ്കിൽ തൻ്റെ യാത്രയുടെ അവസാനം കാണുന്നത് മകൾ ഫാത്തിമയായിരിക്കും. തങ്ങൾ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ തങ്ങൾ ആദ്യം എത്തുന്നത് മകളുടെ വീട്ടിലായിരിക്കും. അത്രയും ബന്ധവും പരസ്പരം സ്നേഹവുമായിരുന്നു. ഒരു വാപ്പ തൻ്റെ മകളെ എങ്ങനെ വളർത്തണം, തൻ്റെ പെൺകുട്ടിയെ മകളെ എങ്ങനെ വളർത്തണമെന്ന് നിബിധങ്ങളിലെ ഫാത്തിമ റളിയല്ലാഹു തആല ജീവിതത്തിൽ പഠിക്കാൻ സാധിക്കും. എത്ര ബഹുമാനം, എത്ര സ്നേഹം. സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ മകൾ, തങ്ങളുടെ മകൾ തങ്ങൾ ഒരിക്കൽ എടുത്തുകൊണ്ട് തോളിലിരുത്തി തങ്ങൾ വെളിയിലേക്ക് വന്നു. സഹാബാക്കൾ പറയുന്നു, ആ പെൺകുട്ടിയെ തോളിൽ ഇരുത്തിക്കൊണ്ട് തന്നെ തങ്ങൾ സുന്നത്ത് നമസ്കരിച്ചു. പെൺകുട്ടികളോടുള്ള തങ്ങളുടെ സ്നേഹവും തങ്ങളുടെ ലാളനയും തങ്ങളുടെ വാത്സല്യവുമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എനിക്കെല്ലാം പെൺകുട്ടികളാണ്, പെൺമക്കളാണ്, അവരെല്ലാം മരിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പെണ്ണായതിൻ്റെ പേരിൽ ഭാരമായതുപോലെ ആ മനുഷ്യൻ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല ദേഷ്യപ്പെടുകയുണ്ടായി. നീയാണോ നിൻ്റെ മക്കൾക്ക് റിസ്ക് നൽകുന്നത്? അദ്ദേഹത്തെ ആട്ടി ഓടിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മക്കളിൽ പെൺമക്കൾ എന്ന് പറഞ്ഞാൽ അത് റഹ്മത്താണ്,
അത് സക്കീനത്താണ്, അത് നമുക്ക് ഇസ്സത്താണ്, നമുക്ക് ബറക്കത്താണ്. പക്ഷെ ഇതെല്ലാം എപ്പോഴാണ് ആകുന്നത്? അവരുള്ള കടമകൾ പൂർത്തീകരിക്കുമ്പോഴാണ്. നമുക്ക് ചില പ്രത്യേകമായ കടമകൾ നമ്മുടെ സ്വന്തം പെൺമക്കളോടുണ്ട്. അതിൽ ഒന്നാമത്തെ കടമ, ഒരു പിതാവിന് തൻ്റെ പെൺമക്കൾ, ഒന്നാമത്തെ കടമ തൻ്റെ പെൺമക്കളെക്കാൾ ആൺമക്കൾക്ക് പ്രത്യേകമായ മുൻഗണനയും പ്രത്യേകമായ ഓഹരിയും നൽകാതിരിക്കലാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കുമ്പോൾ തുല്യത പാലിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅദിലു ബൈന ഔലാദി, നിങ്ങൾ മക്കൾക്കിടയിൽ നീതി പുലർത്തണം. നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി പുലർത്തണം. എല്ലാ കാര്യത്തിലും നിങ്ങൾ നീതി പുലർത്തണം. പ്രത്യേകിച്ച് നിങ്ങളുടെ പെൺമക്കളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങളുടെ ആൺമക്കൾക്ക് പെൺമക്കളെക്കാൾ നിങ്ങൾ സ്ഥാനം നൽകരുത്. നിങ്ങൾ തുല്യരായി കാണണം. നിങ്ങളുടെ മക്കളാണ്, ഭാരമായി കാണരുത്. നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്തായിട്ട് നൽകിയതാണ്. അല്ലാഹു റഹ്മത്തായിട്ട് നൽകിയതാണ്. പ്രത്യേകിച്ച് അവരുടെ അനന്തരസ്വത്തിൽ പലപ്പോഴും അക്രമം കാണിക്കപ്പെടുന്നു. അവരുടെ അനന്തരസ്വത്തിൻ്റെ വിഷയത്തിൽ അല്ലാഹു തആല പ്രയോഗിച്ച പ്രയോഗം തന്നെ വലിദ്ദക്രി മിസ്ലു ഹള്ളിൽ ഉൻസൈൻ, പെണ്ണിൻ്റെ ഇരട്ടി എന്നാണ്. അഥവാ പെണ്ണിനാണ് ആദ്യത്തെ അർഹത. ഒരാണിൻ്റെ ഓഹരിയെപ്പറ്റി അല്ലാഹു പറഞ്ഞത് പെണ്ണിനെ പറ്റി പറഞ്ഞിട്ടാണ്. രണ്ട് പെണ്ണിനുള്ളത്, അഥവാ പെണ്ണിന് ഉറപ്പായ കാര്യമാണ്. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എൻ്റെ വാപ്പ എന്നെയും കൂട്ടി തങ്ങളുടെ അടുക്കൽ വന്നു. എന്നിട്ട് തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ നുഅ്മാനിന് ഒരു അടിമയെ ദാനമായി സമ്മാനമായി കൊടുത്തു. തങ്ങൾ ചോദിച്ചു, നീ നിൻ്റെ എല്ലാ മക്കൾക്കും കൊടുത്തോ? ഇല്ല, എനിക്ക് നുഅ്മാന് പ്രത്യേകം ഇഷ്ടമായതിൻ്റെ പേരിൽ നുഅ്മാന് മാത്രം കൊടുത്തു. തങ്ങൾ പറഞ്ഞു, മടക്കി വാങ്ങിക്കും. നീതി പുലർത്തിൻ മക്കൾക്കിടയിൽ, നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി പുലർത്തിൻ, വേർതിരിവ് കാണിക്കരുത്. അതുകൊണ്ട് ഒന്നാമത്തെ കടമ ഒരു പിതാവിനെ സംബന്ധിച്ച് തൻ്റെ പെൺമക്കൾക്ക് അവരോട് നീതി കാണിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും പെണ്ണിനേക്കാൾ ആൺമക്കൾക്ക് മുൻഗണന കൊടുക്കുക, എല്ലാ കാര്യത്തിലും നീതി പുലർത്തുക എന്നുള്ളതാണ്. രണ്ടാമതൊരു പിതാവിന് തൻ്റെ പെൺമക്കളുള്ള പ്രധാനപ്പെട്ട കടമ അവരെ അദബ് ശീലിപ്പിക്കുക എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പിതാവ് തൻ്റെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന സമ്മാനം അവരുടെ ജീവിതത്തിൽ അദബ് ശീലിപ്പിക്കുക എന്നുള്ളതാണ്, മര്യാദ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പെൺമക്കളെ ശീലിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ അവരുടെ ജീവിതത്തിൽ ലജ്ജയുടെ ജീവിതമുണ്ടാക്കുക എന്നുള്ളതാണ്. ലജ്ജയോട് കൂടുതൽ ജീവിതം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു പെൺകുട്ടിയുടെ, ഒരു സ്ത്രീയുടെ ഏറ്റവും നല്ല സൗന്ദര്യവും അഴകുമെന്ന് പറയുന്നത്. ലജ്ജയുള്ള ഒരു പെൺകുട്ടി, അതാണ് അവളുടെ സൗന്ദര്യം. അത് നഷ്ടപ്പെട്ടാൽ എല്ലാ സൗന്ദര്യവും നഷ്ടപ്പെട്ടു. ഇദാ ഫാതകൽ ഹയാ ഫഅൽ മാ ശിഅത, ലജ്ജ പോയാൽ പിന്നെ എന്തും പ്രവർത്തിച്ചു കൊള്ളിൻ, പിന്നെ ഒരു ഭംഗിയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഐബ് നബിയുടെ മകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, ഫജാഅത് ഇഹ്ദാഹുമാ തംശി അൽ ഇസ്തിഹ്യാ, ആ പെൺകുട്ടി ലജ്ജയോടുകൂടി മൂസ നബിയുടെ ഒരു അന്യപുരുഷന്റെ മുന്നിൽ വന്നു. ലജ്ജയോട് അല്ലാഹു എടുത്തു പറഞ്ഞു, ഇസ്തിഹ്യാ, ലജ്ജയോടുകൂടി. അപ്പോൾ അല്ലാഹു ഇഷ്ടപ്പെട്ടൊരു ഗുണമാണ്, ഒരു സ്ത്രീയിൽ ഉണ്ടാകാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നൊരു ഗുണമാണ് ഒരു ജീവിതത്തിൽ ലജ്ജ ഉണ്ടാകുക എന്ന് പറഞ്ഞു. അതുകൊണ്ടൊരു പിതാവിൻ്റെ ബാധ്യതയാണ് തൻ്റെ പെൺമക്കളെ ലജ്ജയുള്ളവരാക്കുക, അവർ ജീവിതത്തിൽ പരിശീലിപ്പിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളുകളും കോളേജെല്ലാം തുറക്കുന്ന സമയമാണ്. അവരുടെ യൂണിഫോമുകൾ, അവരുടെ വസ്ത്രങ്ങൾ, ഇതൊരു പിതാവ് ശ്രദ്ധിക്കണം. എൻ്റെ മകൾ എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം. വെറും അവരുടെ ആവശ്യങ്ങൾക്ക് ATM കൗണ്ടർ പോലെ പൈസ കൊടുക്കുന്നൊരു വാപ്പയല്ല, മറിച്ച് അവർ ശ്രദ്ധിക്കുന്നൊരു വാപ്പയാണ് ആകേണ്ടത്. എൻ്റെ മകൾ ധരിക്കുന്ന വസ്ത്രം എങ്ങനെയുള്ളതാകണം. സ്കൂളുകളെ, സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പല ചിന്താഗതിയുള്ളവരുണ്ട്. അവർ വസ്ത്രത്തിൻ്റെ നീട്ടം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. അങ്ങനെ ആരെങ്കിലും കൂട്ടാനും കുറയ്ക്കാനും പറയുമ്പോൾ അതനുസരിച്ച് തൻ്റെ മക്കളെ വസ്ത്രം ധരിപ്പിക്കേണ്ടവരല്ല മുസ്ലിമീങ്ങൾക്കൊരു മാനദണ്ഡമുണ്ട്. മുസ്ലിമീങ്ങളെ പെൺമക്കൾ ധരിക്കേണ്ട വസ്ത്രത്തിനൊരു മാനദണ്ഡമുണ്ട്. അത് വിട്ടിട്ട് ഒരിക്കലും മുസ്ലിമീങ്ങളുടെ ജീവിതങ്ങൾ ഉണ്ടാവുകയില്ല. ഒരുപക്ഷെ നല്ല നിലക്ക് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളായിരിക്കാം. നമ്മൾക്ക് പഠിക്കേണ്ടത് ശീലങ്ങളാണ്, മര്യാദകളാണ്. അതിനപ്പുറത്ത് മറ്റൊരു പഠനവുമില്ല. ലജ്ജയില്ലാത്ത വസ്ത്രം ധരിപ്പിച്ച്, യൂണിഫോമുകൾ ധരിപ്പിച്ച് അതിന് മുകളിലൊന്നും പഠിപ്പിക്കാനില്ല. ഏറ്റവും കൂടുതൽ പഠിപ്പിക്കേണ്ടത് മര്യാദയാണ്. അതുകൊണ്ട് പിതാവിൻ്റെ കടമയാണ്
തൻ്റെ മകൾ ധരിക്കുന്ന വസ്ത്രം എങ്ങനെയുള്ളതായിരിക്കണം, അത് ശ്രദ്ധിക്കേണ്ടത് വാപ്പയുടെ കടമയാണ്. ലജ്ജയുള്ള വസ്ത്രം ധരിപ്പിച്ച് പെൺമക്കളെ ശീലിപ്പിക്കണം ചെറുപ്പം മുതൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സ്ത്രീ വന്നു. അവൾക്ക് അപസ്മാര രോഗമുണ്ട്. അവർ ഒന്ന് പറഞ്ഞു, നബിയെ ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി, എൻ്റെ രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യും. തങ്ങൾ പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാം. ഒന്നെങ്കിൽ നിനക്ക് രണ്ട് കാര്യമുണ്ട്. ഒന്നെങ്കിൽ ദുആ ചെയ്തതിൻ്റെ രോഗം മാറും, ഇല്ലെങ്കിൽ ഈ രോഗത്തെ നീ ക്ഷമിച്ചാൽ ഈ രോഗം നിൻ്റെ സ്വർഗപ്രവേശനത്തിന് കാരണമാകും. ഒന്നെങ്കിൽ നിൻ്റെ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടിനെ നീ ക്ഷമിക്കും, ആ ക്ഷമ കാരണമായി നിനക്ക് അള്ളാഹു സ്വർഗം നൽകും. ഇല്ലെങ്കിൽ ഞാൻ ദുആ ചെയ്യാം, നിൻ്റെ രോഗം മാറും. ഏതാ വേണ്ടത്? ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ക്ഷമിച്ചു കൊള്ളാം, എനിക്ക് സ്വർഗം മതി. പക്ഷേ ഒരു കാര്യത്തിന് വേണ്ടി താങ്കൾ ദുആ ചെയ്യണം. എനിക്ക് ഈ രോഗം വരുമ്പോൾ എൻ്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ അതിനുവേണ്ടി താങ്കൾ ദുആ ചെയ്യണം. ഒരു സഹാബാക്കളായ വനിതകളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള സ്ത്രീകൾക്ക് ചിന്തയുണ്ട്, ശരീരത്തിൻ്റെ നഗ്നത വെളിവാകരുത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടിമ, ചെറിയ കുട്ടിയായ അടിമയും കൊണ്ട് മകളുടെ അടുക്കൽ വന്നു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ അടിമയുമാണ്. തങ്ങളുടെ അടുക്കൽ തങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പെട്ടെന്ന് തൻ്റെ വസ്ത്രം പൂർണ്ണമായിട്ട്, അഥവാ തല മുതൽ ഭാഗം മറച്ചാൽ കാലിൻ്റെ താഴ്ഭാഗം അല്പം വെളിവാകും, ഇനി താഴ്ഭാഗത്തേക്ക് ഇറക്കിയിട്ടാൽ മുകൾ ഭാഗം വെളിവാകും. അതുകൊണ്ട് അസ്വസ്ഥപ്പെടുന്നു കണ്ടപ്പോൾ തങ്ങൾ പറഞ്ഞു, മോളെ നീ പേടിക്കേണ്ടതില്ല, ഇത് നിൻ്റെ അടിമയാണ്, പ്രായം കുറഞ്ഞ കുട്ടിയുമാണ്. ഒരു അന്യ പുരുഷൻ്റെ മുന്നിൽ ഫാത്തിമ റളിയല്ലാഹു തആല തൻ്റെ വസ്ത്രം ഇങ്ങനെ സൂക്ഷിച്ചു. ഇങ്ങനത്തെ ഫാത്തിമയുടെയും ഖദീജയുടെയും ആയിഷയുടെയും എല്ലാം പിൻഗാമികളാകേണ്ടവർ നമ്മുടെ പെൺമക്കൾ. ഏതെങ്കിലും യൂറോപ്പിലെ സ്ത്രീകളുടെ മോഡലല്ല നമ്മുടെ സ്ത്രീകളാകേണ്ടത്. ആയിഷയുടെയും ഖദീജയുടെയും റളിയല്ലാഹു തആല അൻഹുമ അവരുടെ പിൻഗാമികളാണ് നമ്മുടെ പെൺമക്കളാകേണ്ടത്. അവരുടെ വസ്ത്രധാരണ രീതികൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ലജ്ജ, ഇതെല്ലാം നമ്മുടെ പെൺമക്കൾ പിൻപറ്റേണ്ടത്. അതുകൊണ്ട് നമ്മുടെ പെൺമക്കളുടെ വിഷയത്തിൽ നമ്മുടെ രണ്ടാമത്തെ ബാധ്യത അവരുടെ ജീവിതത്തിൽ മര്യാദ പഠിപ്പിക്കലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പെൺമക്കളെ ജീവിതത്തിൽ ലജ്ജയുടെ ശീലം പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇല്ല എങ്കിൽ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ ഇതേ പെൺമക്കൾ നമ്മൾ താലോലിച്ച് നമ്മൾ ലാളിച്ച് വലുത്തുന്ന ഇതേ പെൺമക്കൾ നാളെ ആഖിറത്ത് നമ്മൾ പിടിച്ചിർത്തും അള്ളാഹുവിൻ്റെ മുന്നിൽ. നമ്മളെ നരകത്തിലേക്ക് അവർ ഒറ്റക്കൊരിക്കലും പോവുകയില്ല. ഒരു പെൺകുട്ടിയും ഒറ്റക്ക് നരകത്തിലേക്ക് പോവുകയില്ല. തീർച്ചയായും കൂട്ടത്തിൽ പിതാവിനെയും കൊണ്ട് പോവുകയുള്ളൂ, അവളുള്ള കടമകളെ പൂർത്തീകരിച്ചില്ല എങ്കിൽ. അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ നാം അള്ളാഹുവിനെ ഭയപ്പെടണം. മൂന്നാമത്തെ കടമ ഒരു പിതാവിന് തൻ്റെ പെൺമക്കളെ ദീനിൻ്റെ ഇൽമ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ദീനിൻ്റെ ഇൽമ് പഠിക്കൽ അത് ആൺകുട്ടികളെ മാത്രം ബാധ്യതയില്ല. നമ്മുടെ പെൺമക്കളും ദീൻ പഠിക്കണം, ദീനിൻ്റെ അറിവിനെ അവരും കരസ്ഥമാക്കണം. ഇൽമ് എല്ലാവർക്കും നിർബന്ധമായതാണ്. പ്രത്യേകിച്ച് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇൽമ് അത് പഠിക്കൽ നിർബന്ധമായ കാര്യമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ ഉമ്മത്തിൽ ഇൽമിൻ്റെ വിഷയത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സ്ത്രീയാണ്. നമ്മുടെ പെൺമക്കൾക്ക് മാതൃകയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇൽമിൻ്റെ വിഷയത്തിൽ. സഹാബാക്കൾ പറയുന്നു, അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു തആല പറയുന്നു, ഞങ്ങൾക്കിടയിൽ ഏതെങ്കിലും കാര്യങ്ങൾ അത് ഒരു തീരുമാനമാകാതെ സംശയത്തിലായാൽ ദീനിൻ്റെ വിഷയത്തിൽ, പിന്നെ അതിന് അവസാനം പരിഹാരം കണ്ടിരുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലാണ്. തങ്ങൾ മരിക്കുമ്പോൾ ഒരു യുവതിയായ ചെറിയ പ്രായമുള്ള സ്ത്രീയാണ് ആയിഷ റളിയല്ലാഹു തആല. പക്ഷേ ഇൽമിൻ്റെ വിഷയത്തിൽ ഉന്നതരായ സഹാബാക്കൾക്ക് മുകളിലായിരുന്നു. ഞങ്ങൾ ഏത് കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചാലും അതിനെക്കുറിച്ചുള്ള അറിവ് അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചുള്ള നിബിധങ്ങളുടെ ഹദീസ് അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല തങ്ങളുടെ വഫാത്തിന് ശേഷം എല്ലാ വർഷവും ഹജ്ജിന് പോവുകയും മിനയിൽ പോയി ഓരോ ടെൻറ്റുകളിലും സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടി ദീൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അവർ ജീവിതത്തിൽ അവരുടെ സമയം ഇൽമിന് വേണ്ടി വെച്ചാൽ അത്രയും ദീൻ്റെ അറിവിൽ ആഴത്തിൽ അറിവുള്ളവരായിരുന്നു. നമ്മുടെ പെൺമക്കൾക്ക് മാതൃകയാണ്. നമ്മുടെ പെൺമക്കളും ഇതുപോലെ ദീൻ്റെ അറിവ് കരസ്ഥമാക്കണം, അറിവുള്ളവരായിത്തീരണം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ മകൾ, അദ്ദേഹം ദറസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അകത്തുനിന്ന് ഹദീസിൻ്റെ ദറസുകൾ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല ശിഷ്യന്മാർ ഹദീസ് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തെറ്റ് സംഭവിച്ചാൽ ഇമാം മാലിക്കിൻ്റെ മകൾ അകത്തുനിന്ന് ഉപ്പയെ ഉണർത്തി കൊടുക്കുമായിരുന്നു, ഇന്ന നിങ്ങളുടെ ശിഷ്യൻ വായിച്ച ഇന്ന ഹദീസ് തെറ്റ് സംഭവിച്ചു. അത്രയും ആഴത്തിൽ ഹദീസുകളെ കുറിച്ച് വിവരമുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു പ്രാവശ്യം നസീഹത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു,
സ്ത്രീകൾ വളരെ കൂടുതലായി മഹർ ചോദിക്കുന്നു, പുരുഷന്മാരോട് വളരെ കൂടുതലായി മഹർ ആവശ്യപ്പെടുന്നു. അത് ശരിയല്ല എന്ന നിലയിൽ സംസാരിച്ചപ്പോൾ ഒരു സ്ത്രീ ഉമർ റളിയല്ലാഹു തആല അൻഹു ഉണർത്തി, എന്താ ഖലീഫ നിങ്ങൾ പറയുന്നത്? ഖുർആനിൻ്റെ ആയത്തിൽ അവർക്കൊരു കൂമ്പാരം മഹർ നൽകിയാലും എന്ന് അള്ളാഹ് പ്രയോഗിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് അതിനെ തടയാൻ എന്നൊരു സ്ത്രീ ചോദിക്കുകയുണ്ടായി. അപ്പോൾ സ്ത്രീകൾക്ക് അത്രയും ഖുർആനിൻ്റെ ആയത്തുകളെ കുറിച്ച് അറിവുണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളായ സ്ത്രീകളുടെ അവസ്ഥ, അവർ ഇബാദത്ത് മാത്രമല്ല, അവർ ദീനിൻ്റെ അറിവ് സമ്പാദിക്കുന്നവരായിരുന്നു. മൗലാന അബുൽ ഹസൻ നദ്വി റഹ്മത്തുള്ളാഹി തആല അലൈഹി സഹാബി വനിതകളുടെ പ്രത്യേകമായി അദ്ദേഹം എണ്ണമെടുത്ത് എഴുതിയിട്ടുണ്ട്. സഹാബി വനിതകൾ, ഇത്രയും സ്ത്രീകൾ ഖുർആൻ മനനമാക്കിയവരായിരുന്നു. ഇത്രയും സ്ത്രീകൾ സഹാബി വനിതകളിൽ ഫത്വകൾ കൊടുക്കാൻ യോഗ്യരായ അറിവുള്ളവരായിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഹദീസുകൾ ഉദ്ധരിക്കുന്ന സനദിൽ ധാരാളം സ്ത്രീകളെ കാണാൻ സാധിക്കും. ധാരാളം സ്ത്രീകൾ ഹദീസിനെ ഉമ്മത്തിന് എത്തിച്ചു തന്നു. അതുകൊണ്ട് ദീനിൻ്റെ ഇൽമിൻ്റെ വിഷയത്തിൽ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ ഏറ്റവും മുന്നിലായിരുന്നു. മൊറോക്കയിൽ വലിയൊരു സ്ഥാപനമുണ്ട്, AD 800 സ്ഥാപിക്കപ്പെട്ടതാണ്. അത് സ്ഥാപിച്ചത് അൽ ഫാത്തിമ ഫഹരി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. AD 800 ഇനി 2024 ആണെങ്കിൽ AD 800 ഒരു സ്ഥാപനം, ഒരു വലിയ സ്ഥാപനം സ്ഥാപിച്ചു. അതൊരു സ്ത്രീയാണ്. അവർ അത്രയും അറിവുള്ളൊരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് സ്ത്രീകൾ, ഉമ്മത്തിലെ പെൺകുട്ടികൾ ദീനിൻ്റെ ഇൽമിനെ കരസ്ഥമാക്കണം. പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല ഇൽമ എന്നുള്ളത്. ഇൽമ അത് സ്ത്രീകളും കരസ്ഥമാക്കണം. നമ്മുടെ പെൺമക്കൾ ദീനും പഠിക്കണം, ഖുർആനും പഠിക്കണം, ഹദീസും പഠിക്കണം, ദീനിൻ്റെ അറിവുകൾ കരസ്ഥമാക്കണം. അതൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് പിതാവിൻ്റെ തൻ്റെ പെൺമക്കളുടെ പ്രധാനപ്പെട്ട ബാധ്യതയാണ് അവർക്ക് ദീനിൻ്റെ ഇൽമിനെ പഠിപ്പിക്കുക, ആവശ്യമുള്ള ദീനിൻ്റെ അറിവുകൾ അവർ കരസ്ഥമാക്കുക എന്നുള്ളത്. ഇല്ല എങ്കിൽ ഒന്ന്, ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ അവർ വിരിക്കുന്ന വലയിൽ നമ്മുടെ പെൺമക്കൾ കുടുങ്ങി ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയായി പോകും. ബാഹ്യമായൊരു പക്ഷേ തലയിൽ ഹിജാബ് ഉണ്ടാകും, അവരുടെ ഉള്ളിൽ ഇർത്തിദാദും കുഫറുമായിരിക്കും. കാരണം ദീനെക്കുറിച്ചുള്ള അറിവില്ല, അവർക്ക് ദീൻ പഠിച്ചിട്ടില്ല, ദീൻ മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന് നമ്മുടെ ക്യാമ്പസുകൾ പഠിക്കുന്ന ഭൂരിഭാഗം മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികളെയും അവസ്ഥ ഇതാണ്. അവർ ബാഹ്യമായി വസ്ത്രത്തിൽ പക്ഷേ തലയിൽ ഹിജാബ് ഉണ്ട്, ഉള്ളിൽ കുഫ്റും നിഫാഖും ഇർത്തിദാദിൻ്റെയും അവസ്ഥയിലാണ്. കാരണം ദീൻ പഠിക്കുന്നില്ല, ദീൻ പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല. ഇതിനെക്കുറിച്ച് മുസ്ലിം ഉമ്മത്തിലെ പുരുഷന്മാരും പണ്ഡിതന്മാരും മഹല്ലുകളും ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. നമ്മുടെ പെൺമക്കൾ ഇസ്ലാം എന്ന് മുർത്തദ്ദായിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മത്തിലെ ഭൂരിഭാഗം മൂന്ന് വിഭാഗമാണ്. ഒന്ന് മുസ്ലിം പുരുഷന്മാർ ഈ ഉമ്മത്തിൽ, മറ്റൊന്ന് സ്ത്രീകൾ, പിന്നെ കുട്ടികൾ. അതിൽ ഭൂരിഭാഗം സ്ത്രീകളാണ് ഉമ്മത്തിൽ. വലിയൊരു ശതമാനം കുട്ടികൾ, പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഇസ്ലാമിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ദീനിൻ്റെ ഇൽമ കിട്ടുന്നില്ല. ചെറിയൊരു പ്രായം കഴിഞ്ഞാൽ ഖുർആനും ഹദീസും കേൾക്കുന്നേയില്ല. അവരൊരു പ്രായം കഴിഞ്ഞാൽ അവർ ഖുർആനും ഹദീസും കേൾക്കുന്നേയില്ല. അതിനുള്ള സൗകര്യങ്ങളില്ല, അതിനെക്കുറിച്ച് ഉമ്മത്ത് ചിന്തിക്കുന്നില്ല. ഈ അവസ്ഥയിൽ ഉമ്മത്തിലെ പെൺമക്കൾ മുന്നോട്ട് പോയാൽ വലിയ ഇർത്തിദാദിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വിരിക്കുന്ന വലയിൽ നമ്മുടെ മക്കൾ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് നാം ചിന്തിക്കണം, നമ്മുടെ പെൺമക്കളെ ദീൻ പഠിപ്പിക്കണം. 2, അവർ ദീൻ പഠിച്ചില്ല എങ്കിൽ നമ്മുടെ പെൺകുട്ടികളെ കൊണ്ട് ദീനിനൊരു സേവനവും കിട്ടുകയില്ല. ദീനിനുള്ള ഖിദ്മത്ത്, ദീനിൻ്റെ സേവനം, ലോകത്ത് ദീൻ നിലനിർത്താനുള്ള പരിശ്രമം, ഇത് പുരുഷന്മാരെ മാത്രം ജോലിയല്ല, സ്ത്രീകളുടെയും ഉത്തരവാദിത്തമാണ്. അവർക്കുള്ള അവരുടെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവരും ദീനിന് വേണ്ടിയുള്ള ഖിദ്മത്തുകൾ ചെയ്യണം. പക്ഷെ അത് ദീൻ സ്വയം അവർ അറിയുമ്പോഴേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് അള്ളാഹു നൽകിയ പെൺമക്കൾ അത് വലിയ റഹ്മത്താണ്, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്താണ്, ഖൈറുകളാണ്, കുടുംബത്തിൻ്റെ വീടിൻ്റെ സന്തോഷമാണ്. പക്ഷെ അതെല്ലാം ആകണമെങ്കിൽ അവരുടെ കടമകൾ നാം പൂർത്തീകരിക്കേണ്ടതാണ്. ഈ കടമകൾ നാം പൂർത്തീകരിക്കുമ്പോഴാണ് നമ്മുടെ പെൺമക്കൾ നമുക്ക് നിഅമത്തായി, അനുഗ്രഹമായി മാറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ നമ്മുടെ പെൺമക്കളെ വളർത്തുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ കൗസരിയ കോളേജിൻ്റെ കീഴിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ക്ലാസ് ഇൻഷാ അല്ലാഹ് എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച 4:30 മുതൽ 5:30 വരെ മദ്രസയുടെ താഴത്തെ ഹോൾ വെച്ച് നടക്കുന്നുണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാഹ്, അവരെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന മക്കളെ പറഞ്ഞയക്കാൻ വേണ്ടി പരിശ്രമിക്കും. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ.